അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് സംഭവിച്ച ഒരു അത്ഭുത കഥയാണ്. പണ്ട് മണലാരണ്യങ്ങൾക്കിടയിൽ ഇസ്രയേൽ സന്തതികൾ താമസിച്ചിരുന്ന കാലം. ആ പ്രദേശം കഠിനമായ ഒരു പരീക്ഷണത്തെ നേരിടുകയായിരുന്നു. ആകാശത്ത് നിന്ന് ഒരു തുള്ളി വെള്ളം വീണിട്ട് മാസങ്ങളായി. കിണറുകൾ വെറും കുഴികളായി മാറി. ഭൂമി വിണ്ടുകീറി ദാഹത്താൽ വായ തുറന്നു പിടിച്ചിരിക്കുന്നത് പോലെ തോന്നി. കന്നുകാലികൾ വെള്ളം കിട്ടാതെ മണ്ണിൽ തലതല്ലി വീഴുന്നു. ഉമ്മമാരുടെ മടിയിൽ പാലിനായി കരയാൻ പോലും കരുത്തില്ലാതെ ചെറിയ കുഞ്ഞുങ്ങൾ തളർന്നു കിടക്കുന്നു. മരണം ആ പ്രദേശത്തിന് മുകളിൽ ചിറക് വിരിച്ചു നിൽക്കുകയായിരുന്നു. ജനങ്ങളുടെ സങ്കടം സഹിക്കവയ്യാതെ അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ പദവിയുള്ള മൂസാ നബി അലൈഹിസ്സലാം അവരെയും കൂട്ടി മരുഭൂമിയിലേക്ക് ഇറങ്ങി. ഏകദേശം 70,000-ഓളം മനുഷ്യർ ആ മണൽക്കുന്നുകളിൽ ഒത്തുകൂടി. എല്ലാവരുടെയും ചുണ്ടുകൾ ഉണങ്ങിയിരിക്കുന്നു. കണ്ണുകളിൽ പ്രത്യാശയുടെ അവസാന തിരുനാളം മാത്രം. മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി വിറക്കുന്ന സ്വരത്തിൽ പ്രാർത്ഥിച്ചു, എൻ്റെ റബ്ബേ, നിൻ്റെ അടിമകൾ ദാഹിച്ചു മരിക്കുകയാണ്. ഈ മിണ്ടാപ്രാണികൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി നീ മഴ നൽകണമേ. പക്ഷേ ആകാശം മാറ്റമില്ലാതെ തുടർന്നു. കത്തുന്ന വെയിലല്ലാതെ ഒരു മേഘം പോലും അവിടെ കണ്ടില്ല. മൂസാ നബി അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടു. സാധാരണ അള്ളാഹു തൻ്റെ പ്രാർത്ഥനകളെ ഉടൻ സ്വീകരിക്കാറുള്ളതാണ്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, അല്ലാ, നീ എന്താണ് ഉത്തരം നൽകാത്തത്? അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള മറുപടി മൂസാ നബിയുടെ ഹൃദയത്തിൽ പതിച്ചു. മൂസ, ഈ വലിയ ജനക്കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ട്. കഴിഞ്ഞ 40 വർഷമായി അവൻ എന്നെ ധിക്കരിച്ച് ജീവിക്കുന്നവനാണ്. അവൻ്റെ പാപങ്ങൾ കാരണം ഞാൻ മഴ തടഞ്ഞിരിക്കുകയാണ്. അവൻ ഈ സദസ്സിൽ നിന്ന് പുറത്തു പോകാതെ ഞാൻ മഴ നൽകുകയില്ല. മൂസാ നബി അലൈഹിസ്സലാം നടുങ്ങിപ്പോയി. ഒരാൾ കാരണം 10,000 ദാഹിച്ചു മരിക്കുകയോ? അദ്ദേഹം ജനങ്ങളോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, നമുക്കിടയിൽ ഒരു പാപിയുണ്ട്. 40 വർഷമായി അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അയാൾ കാരണം നമുക്ക് മഴ ലഭിക്കുന്നില്ല. ആ മനുഷ്യൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ നമുക്ക് വെള്ളം കിട്ടില്ല. സദസ്സ് നിശബ്ദമായി. ഓരോരുത്തരും പേടിയോടെ പരസ്പരം നോക്കി. ആ വലിയ ജനക്കൂട്ടത്തിനിടയിൽ തല താഴ്ത്തിയിരുന്ന ആ മനുഷ്യൻ തൻ്റെ ഹൃദയം തകരുന്നതറിഞ്ഞു. താനാണ് ആ വ്യക്തിയെന്ന് അയാൾക്ക് 100% ഉറപ്പായിരുന്നു. താൻ ചെയ്ത രഹസ്യ പാപങ്ങൾ ഓരോന്നായി അയാളുടെ മനക്കണ്ണുകളിൽ തെളിഞ്ഞു വന്നു. അയാൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലായി. താൻ എഴുന്നേറ്റ് നടന്നാൽ ആയിരക്കണക്കിന് ആളുകൾ തന്നെ നോക്കും. ഇവനാണല്ലേ ആ ദുഷ്ടൻ എന്നവർ വിളിച്ചു പറയും. മരണം വരെ നാട്ടുകാർ തന്നെ വെറുക്കും. തൻ്റെ അഭിമാനം മണ്ണിലടിയും. എന്നാൽ താൻ പുറത്തുപോയില്ലെങ്കിൽ ഈ പാവം ജനങ്ങൾ വെള്ളമില്ലാതെ മരിച്ചു വീഴും. അപമാനത്തിനും മരണത്തിനും ഇടയിലുള്ള ആ നിമിഷങ്ങളിൽ അയാൾ വിറച്ചുപോയി. അയാൾ തൻ്റെ പുതപ്പിനുള്ളിലേക്ക് തല ഒളിപ്പിച്ചു. കണ്ണുകളിൽ നിന്ന് ഉരുകിയൊലിച്ച കണ്ണുനീർ മണലിൽ വീണു. ആരും കേൾക്കാതെ തൻ്റെ ഉള്ളിൽ നിന്ന് അയാൾ അള്ളാഹുവിനോട് തേങ്ങി, എൻ്റെ ഉടയവനായ തമ്പുരാനെ, 40 വർഷം ഞാൻ നിന്നെ ധിക്കരിച്ചു. പക്ഷേ അപ്പോഴൊക്കെയും നീ എനിക്ക് ഭക്ഷണം നൽകി. നീ എൻ്റെ കുറവുകൾ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചു. ഇന്ന് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടാൻ പോവുകയാണ്. നാഥ, ഞാനിതാ നിന്നിലേക്ക് മടങ്ങുന്നു. എന്നോട് പുറത്തു തരണമേ. ഇന്ന് എന്നെ കൈവിടരുതേ. ആ മനുഷ്യൻ തൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുൻപ് തന്നെ പെട്ടെന്ന് ആകാശം കറുത്തിരുണ്ടു. മരുഭൂമിയിൽ തണുത്ത കാറ്റുവീശി. ഇടിമുഴക്കത്തോടെ വലിയ തുള്ളികളായി മഴ പെയ്തിറങ്ങി. ജനങ്ങൾ ആവേശത്തോടെ ആർത്തു വിളിച്ചു. അവർ മഴവെള്ളത്തിൽ നനഞ്ഞു കുതിർന്നു. ആടിയും പാടിയും സന്തോഷം പങ്കുവച്ചു. മൂസാ നബി അലൈഹിസ്സലാം അമ്പരന്നുപോയി. ആരും സദസ്സിൽ നിന്ന് പുറത്തു പോയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ മഴ പെയ്തു? അദ്ദേഹം ചോദിച്ചു. എൻ്റെ റബ്ബേ, ആരും പുറത്തു പോയില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് മഴ നൽകിയത്? അള്ളാഹു അരുൾ ചെയ്തു, മൂസ, ഏതൊരു മനുഷ്യൻ കാരണമാണോ ഞാൻ മഴ തടഞ്ഞത്, അതേ മനുഷ്യൻ്റെ പശ്ചാത്താപം കാരണമാണ് ഞാൻ മഴ നൽകിയത്. അവൻ എന്നിലേക്ക് മടങ്ങി വന്നു. ഞാനിപ്പോൾ അവനെ സ്നേഹിക്കുന്നു. കൗതുകമടക്കാനാവാതെ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അള്ളാഹുവേ, ആ മഹാഭാഗ്യവൻ ആരാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമോ? അവനെയൊന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അള്ളാഹു നൽകിയ മറുപടി ഏതൊരു മനുഷ്യൻ്റെയും കണ്ണ് നിറയ്ക്കുന്നതായിരിക്കും. വേണ്ട മൂസ, അവൻ പാപിയായിരുന്നു. ആ 40 വർഷം ഞാൻ അവനെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്തിയിട്ടില്ല. അവൻ്റെ രഹസ്യങ്ങൾ ഞാൻ കാത്തു സൂക്ഷിച്ചു. ഇന്നവൻ എനിക്ക് പ്രിയപ്പെട്ടവനായി മടങ്ങി വന്നിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ അവനെ നിനക്ക് കാട്ടിത്തരും? ഞാനല്ലേ ദോഷങ്ങൾ പൊറുക്കുന്നവൻ? ഞാനല്ലേ രഹസ്യങ്ങൾ മറച്ചു പിടിക്കുന്നവൻ? പ്രിയമുള്ളവരെ, ഈ കഥ
വെറുമൊരു ചരിത്രമല്ല, ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു സന്ദേശമാണ്. നമ്മൾ ആർക്കും തെറ്റുപറ്റാം, പക്ഷേ എത്ര വലിയ പാപിയാണെങ്കിലും പശ്ചാത്താപത്തിൻ്റെ ഒരു തുള്ളി കണ്ണുനീർ മതി അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മിലേക്ക് ഒഴുകാൻ. നമ്മുടെ കുറവുകൾ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്താത്തത് നമ്മുടെ നന്മ കൊണ്ടല്ല, മറിച്ച് അവൻ അത് മറച്ചു പിടിക്കുന്നത് കൊണ്ടാണ്. ആ അജ്ഞാതനായ മനുഷ്യനെ പോലെ നമുക്കും പടച്ചവനിലേക്ക് തിരിച്ചു നടക്കാം. നമ്മുടെ അപമാനങ്ങളെ അഭിമാനമാക്കി മാറ്റാൻ അവന് മാത്രമേ കഴിയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.